നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിനു ശേഷം മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും അവരുടെ വാഹനത്തെയും ആക്രമിച്ച കേസിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പൂർണ്ണമായും തള്ളിക്കൊണ്ട് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രതികൾ തകർത്തത് പൊതുമുതലല്ല എന്നും സംഭവ സമയത്ത് ഇഡി ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ഡ്യൂട്ടിയിലായിരുന്നു എന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. പ്രതികൾ തകർത്ത വാഹനങ്ങൾ പൊതുമുതലിന്റെ പരിധിയിൽ വരില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദങ്ങളിലൊന്ന്. എന്നാൽ പൊതുമുതൽ നശീകരണ തടയൽ നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ കോർപ്പറേഷനുകളുടെയോ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ളതോ ആയ ചലിക്കുന്ന ഏത് വസ്തുവും പൊതുമുതലാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ള വാഹനങ്ങളും ഇതിന്റെ പരിധിയിൽ വരും എന്നതിനാൽ പ്രതിഭാഗത്തിന്റെ ഈ വാദം നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. സംഭവ സമയത്ത് ഇഡി ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ഡ്യൂട്ടിയിലായിരുന്നില്ല എന്ന വാദവും കോടതി നിരാകരിച്ചു. സർക്കാർ ജീവനക്കാർ ഓഫീസിൽ പ്രവേശിക്കുന്നത് മുതൽ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ഡ്യൂട്ടിയിലാണെന്നാണ് കണക്കാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് പൂർത്തിയാക്കി ഇഡി ഉദ്യോഗസ്ഥർ തിരികെ ഓഫീസിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് ആക്രമണം ഉണ്ടായത് എന്നതിനാൽ അവർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായിരുന്നുവെന്ന് വ്യക്തമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആസൂത്രിത രാഷ്ട്രീയ ആക്രമണമാണെന്ന് കോടതി കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. സമൂഹത്തിൽ വലിയ ആഘാതമുണ്ടാക്കിയതും മാധ്യമങ്ങളുടെ ജനങ്ങൾ തത്സമയം കണ്ടതുമായ അപൂർവമായൊരു അക്രമ സംഭവമാണിത്. കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് പ്രതിഷേധക്കാർ ആക്രമിച്ചത്. കല്ലുകളും ഇഷ്ടികകളും വടികളും അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നുവെന്ന് അവരുടെ പ്രവൃത്തികളിൽ നിന്നും തിരിച്ചറിയാം. ഇതൊരു വ്യക്തിപരമായ തർക്കമല്ല, മറിച്ച് ആസൂത്രിതമായി നടത്തിയ രാഷ്ട്രീയ ആക്രമണമാണ്. ആക്രമണത്തിൽ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന്റെ ഡ്രൈവർക്ക് ഇരു കണ്ണുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിനിരയായ ഉദ്യോഗസ്ഥർക്കും ഡ്രൈവർക്കും ഉണ്ടായ മാനസികവും ശാരീരികവുമായ ആഘാതങ്ങളെയും ഭയത്തെയും കോടതിക്ക് വിസ്മരിക്കാനാകില്ല. ഈ ക്രൂരമായ ആക്രമണത്തെ വ്യക്തികൾക്കെതിരെയുള്ള കുറ്റകൃത്യമായല്ല, മറിച്ച് ഭരണകൂടത്തിനും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായാണ് കാണേണ്ടതെന്നും കോടതി വ്യക്തമാക്കുന്നു. കേസിൽ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് വാഹനങ്ങൾക്ക് കണക്കാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ ഇനിയും വലിയൊരു വിഭാഗം പ്രതികളെ അറസ്റ്റ് ചെയ്യാനുമുണ്ട്. അതിനു പുറമെ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള സുപ്രധാനമായ അന്വേഷണ നടപടികൾ പുരോഗമിക്കുന്നതേയുള്ളൂ. ഈ ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് ഇത്തരം അക്രമികൾക്ക് ഭാവിയിലും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വൻ പ്രോത്സാഹനമാകും. അത് സമൂഹത്തിലും നീതിന്യായ വ്യവസ്ഥയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുകയും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുകയും ചെയ്യും. ഇരകളുടെയും സമൂഹത്തിനെയും വലിയ താല്പര്യം മുൻനിർത്തി പ്രതികൾക്ക് ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മജിസ്ട്രേറ്റ് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. എന്തായാലും ഇഡി റെയ്ഡിന്റെ സമയത്ത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും നാണം കെട്ട ആക്രമണമാണ് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ പിണറായി വിജയന്റെ അനുയായികൾ, സഖാക്കൾ നടത്തിയത്. അതിന് കർശനമായ ഒരു താക്കീത് എന്ന രീതിയിൽ തന്നെയാണ് ജാമ്യ അപേക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും ജാമ്യമില്ല ഈ പ്രതികൾക്ക്. ഇത്തരത്തിലുള്ള സാമൂഹിക ദ്രോഹികൾ അകത്ത് തന്നെയാണ് കിടക്കേണ്ടത്.